വെൽക്കം ടു ഫുഡ് ടാഗ്. ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ സ്വാദേറിയ ഒരു വെണ്ടയ്ക്കപ്പുളി കണ്ടാലോ. ഞങ്ങളുടെ നാട്ടിൽ, അതായത് പാലക്കാടുകാർക്ക് പുളി ഒരു സ്പെഷ്യലാണ് കേട്ടോ. കുറേ പുളികൾ ഉണ്ടാക്കും. അതിൽ ഒരു വെറൈറ്റിയാണ് ഈ വെണ്ടയ്ക്കപ്പുളി. അധികം സമയമെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് വെണ്ടയ്ക്കപ്പുളി. വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക വളരെ ഇളന്തായിട്ട് എടുക്കണതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ വാല് ഭാഗത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ നല്ല ഇളന്താണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായി കഴുകി തലവാലൊക്കെ കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കണേ. ഇതിൽ ഏകദേശം 1/4 കിലോ ഉണ്ട് കേട്ടോ. ഇനി നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1-1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. അതിനുശേഷം ഒരു 5-6 കപ്പലമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 10-15 ചെറിയുള്ളി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. സവാള ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ലതായിട്ട് പേസ്റ്റായി കിട്ടണം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെണ്ടയ്ക്ക എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം. കുറച്ച് നേരം ആവുള്ളൂ കേട്ടോ ഇതിനൊക്കെ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ പുളിവെള്ളത്തിൽ വേണം വെണ്ടയ്ക്ക വെന്ത് കിട്ടാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ സമയത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടെ മിക്സി ജാറിൽ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കെട്ടി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കുറേ ഒഴിച്ചുകറി അല്ലെങ്കിൽ കൂട്ടാൻ്റെ റെസിപ്പീസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇടാം. 1 നുള്ളു ഉലുവ ഇടാം. ചെറിയ ഉള്ളി പൊടിയായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വന്നാൽ പുളിയിലേക്ക് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കപ്പുളി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്